മൂന്നാറിൽ വന്നപ്പോൾ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. മൂന്നാർ ആനച്ചാലിലാണ് അതിരുകളില്ലാത്ത സ്നേഹം, അല്ലെങ്കിൽ മതിലുകളില്ലാത്ത സ്നേഹം എന്നൊക്കെ പറയല്ലോ. ഇവിടെ ദാ നമ്മുടെ പള്ളി, അവിടെ ചർച്ച് നവീകരണം നടക്കുക കേട്ടോ. ചർച്ച് തൊട്ടപ്പുറത്തൊരു ക്ഷേത്രം ഉണ്ട് കേട്ടോ. എന്ത് മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ ഇതിന്റെ വിശേഷം നമുക്ക് ഇവിടെ തന്നെ ചോദിക്കാം. ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടുത്തെ നാട്ടുകാരും ഉസ്താദൊക്കെ പറഞ്ഞെന്താ പറയുക, ചർച്ചിലൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ മസ്ജിദിലെ ആളുകൾ പിന്നെ വേണ്ട സഹായം ചെയ്യുന്നു. ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടാവുമ്പോൾ ഇപ്പൊ നബിദിനം പോലുള്ള പരിപാടി ഉണ്ടെങ്കിൽ അവിടുന്ന് സഹായം ചെയ്യുന്നു. ക്ഷേത്രമാണെങ്കിൽ തൊട്ടടുത്തും. മൂന്ന് കൂട്ടരും ഒരുമിച്ചുള്ള കേരളത്തിലെ ഒരു മനോഹരമായ ഒരു കാഴ്ച. വർഷങ്ങളായി ഈ മൂന്ന്, ഒന്ന് അമ്പലം, ഒന്ന് ക്രിസ്ത്യൻ ചർച്ച്, ഒന്ന് മുസ്ലിം പള്ളി, ഇവര് വളരെയധികം സാഹോദര്യത്തിലും ഐക്യത്തിലുമാണ് മുന്നോട്ട് പോകുന്നത്. ഞാനിവിടെ ഈ റമദാനിന് ശേഷമാണ് ചാർജ് എടുക്കുന്നത്. ഇത് കണ്ടപ്പം എനിക്കും മനസ്സിന് വല്ലാത്തൊരാനന്ദവും ആ സാഹോദര്യത്തെ വിളിച്ചറിയിക്കുന്ന ഈ സ്ഥാപനങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൻ്റെ സാഹചര്യം നമ്മൾ വിലയിരുത്തുമ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഒരു വലിയ സന്ദേശം തന്നെയാണ്. ഇവിടെ എല്ലാവരും ഒരുപോലെയാണ്. ഈ ലൊക്കേഷൻ ഏതാ ശരിക്കും? ഇത് മൂന്നാർ, അടിമാലി മൂന്നാർ വഴിയ റൂട്ടാണിത്. ആനച്ചാൽ ജുമാ മസ്ജിദാണിത്. ആനച്ചാൽ ജുമാ മസ്ജിദ്. ആ മസ്ജിദിന്റെ ഇമാമാണ് ഞാൻ. ഇവിടെ ആണെങ്കിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യണു, അവിടെ പാർക്ക് ചെയ്യണു. അതിലൊന്നും ഒരു മതിലുകൾ പോലും ഇല്ല ഇവിടെ. ഭയങ്കര സ്നേഹമാണ്. അതില് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ വന്നതിലും വലിയ സന്തോഷമുണ്ട്. ഞാൻ കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്റെ തൊടുപുഴയിൽ നമുക്ക് ഒരുപാട് പ്രേക്ഷകരുണ്ട്. മൂന്നാറിലെ ഏറ്റവും മനോഹരമായ റിസോർട്ടായ വൈബ് മൂന്നാർ റിസോർട്ടിൽ പോയപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ടൗണിലൂടെ ഒക്കെ ഒന്ന് ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് ഈ ഒരു മനോഹരമായ കാഴ്ച കാണാൻ പറ്റിയത്. ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും മനോഹരമായ സംസ്ഥാനങ്ങളിലൊന്ന് കേരളമെന്ന് പറയാൻ തന്നെ കാരണം ഇത്തരത്തിലുള്ള അതിരുകളില്ലാത്ത സ്നേഹബന്ധം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രം.